നമ്മളൊക്കെ ദാനം ചെയ്യാറുണ്ടല്ലേ? അറിയാമല്ലോ, ദാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വസ്ത്രം ദാനം ചെയ്യാറുണ്ട്, ഭക്ഷണം ദാനം ചെയ്യാറുണ്ട്, മരുന്ന് ദാനം ചെയ്യാറുണ്ട്, പല രീതിയിലുള്ള ദാനങ്ങൾ ചെയ്യാറുണ്ടല്ലേ? അതിൽ ഏറ്റവും ഉത്തമമായ ദാനം എന്താണെന്നറിയാമോ? അന്നദാനമാണ് കേട്ടോ. ഏറ്റവും ഉത്തമമായ ദാനം വിശന്ന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഭക്ഷണം ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനം. അതിനൊരു ഉദാഹരണം പറയാവേ. അമേരിക്കയിൽ നടന്ന കഥയാണെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് കേട്ടറിവേ ഉള്ളേ. പണ്ട് അമേരിക്കയിൽ ഒരു ബാലൻ അവൻ്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം ഒത്തിരി പൈസയൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ ഒരു ബാലനാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഭയങ്കര ടയേർഡായി. അവനപ്പോൾ ഇത്തിരി വെള്ളം വേണം. അപ്പം അവിടെ ഒരു പാവപ്പെട്ട ഒരു കുടിൽ കണ്ടു. അപ്പോൾ അവിടെ പോയിട്ടിട്ട് ശകലം വെള്ളം തരാമോ എന്ന് ചോദിച്ചപ്പം അവരെന്ത് ചെയ്തു, നോക്കുമ്പോൾ ആ ബാലൻ ഭയങ്കര ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കി അവർ വേഗം ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അകത്ത് വിളിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞാൻ നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഇല്ല എനിക്ക് മതി, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായൊരു മഹാവ്യാധി, ഒരസുഖം വന്നു. ഭയങ്കരമായൊരു പകർച്ചവ്യാധി വന്നു കഴിഞ്ഞപ്പം കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി. ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു, പൈസ ഉള്ളവരൊക്കെ കുറച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ കുറേ ആൾക്കാരെ കൂടി കൊണ്ടാക്കി. പക്ഷേ അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു, പുള്ളിക്കാരി രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പേയ്മെൻറ്റ് അവിടെ ചെയ്യണം, വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയമായപ്പം എത്രയാണ് ബില്ലെന്ന് ചോദിച്ച് ബില്ല് ചോദിക്കാൻ പറഞ്ഞു. അപ്പം എങ്ങനെയും അടയ്ക്കണ്ടേ എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പം ആ റൂമിലേക്ക് ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തു. എന്താണെന്നറിയോ? ഈ ട്രീറ്റ്മെൻറ്റിനുള്ള പേയ്മെൻറ്റ് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പാലിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ അന്നദാനം എന്ന് പറയുന്നത്, വിശന്ന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ എന്നെങ്കിലും അത് തിരിച്ചു കിട്ടും. അതാണ് ദാനങ്ങളിൽ ചിറந்த ദാനം അന്നദാനം എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഉത്തമമായ ദാനമാണ് അന്നദാനം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വിരുന്ന് ചെല്ലുമ്പം, അല്ലെങ്കിൽ നമ്മൾ വിരുന്നെന്നല്ലാതെ ആണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും റിലേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തോ ചെല്ലുന്ന സമയത്ത് നമ്മളോട് ഭക്ഷണം കഴിക്കുന്നോ അല്ലെങ്കിൽ ചായ കുടിക്കുന്നോ എന്ന് ചോദിക്കുന്നിടത്തുനിന്ന് ഭക്ഷണവും ചായയൊന്നും കുടിക്കാൻ നിൽക്കരുത് കേട്ടോ. നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്ക് അല്ലെങ്കിൽ വാ എന്ന് പറഞ്ഞ് അകത്ത് വിളിച്ചിരുത്തി നമ്മളോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് നമുക്ക് ഭക്ഷണം തരുന്നവരുടെ വീട്ടിലല്ലാതെ കഴിക്കുന്നോ കുടിക്കുന്നോ വേണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. ഓക്കെ.